എല്ലാ ഡെസ്റ്റിനേഷനും കൊണ്ടുവന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ ഓഫീസർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അഗ്രികൾച്ചർ അസിസ്റ്റന്റ്, അഗ്രികൾച്ചർ ഇനി ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം, അപ്ഡേറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പൊ ഈ പെൻ നമ്പറുള്ള ആൾ കെ സ്മാർട്ടിൽ കയറി ഈ നമ്പറും ഈ നെയിം ഈ സാധനം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എംപ്ലോയിനെ നിങ്ങൾക്ക് അവിടെ മാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തന്നെ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയീസിനും ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു ക്ലർക്കിനെ നിങ്ങൾ കൊടുക്കുമ്പോൾ വരുന്നില്ലെങ്കിൽ. പക്ഷെ ഇത് പ്രൊഡക്ഷനിൽ പറ്റില്ല. പ്രൊഡക്ഷനിൽ ഇവര് അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റും, മറ്റുള്ള മെയിൻ സാധനം പറ്റില്ല. അത് പ്രത്യേകം അലൈഡിൽ നമുക്ക് സ്പാർക്കിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫറും പോസ്റ്റിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ജി സ്പാർക്കിന്റെ ഡാറ്റ തന്നെ പ്രൊഡക്ഷനിൽ കിട്ടണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് അവസാനിപ്പിക്കാം. ഞാൻ വളരെ ഫാസ്റ്റ് ആയെന്ന് എനിക്കറിയാം. ഞാൻ ജില്ലയിൽ ട്രെയിനിങ് നടക്കുന്നതുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞത്. ഒരു സംശയം ചോദിക്കട്ടെ, ട്രെയിനിങ് സൈറ്റില് യൂസർ നെയിം എന്താ സാറേ കൊടുക്കുക? ട്രെയിനിങ് സൈറ്റിൽ യൂസർ നെയിമിലാണ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ സെക്രട്ടറി ജിപെന് വെച്ചിട്ടുള്ള യൂസറെ ട്രെയിനിങ് സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സെക്രട്ടറിമാരുടെ ജിപെന് ഇപ്പൊ ഒരു ഡാറ്റ ചോദിച്ചിരുന്നല്ലോ, ഡിടിഒമാര് നിങ്ങളോട് ഒരു ഡാറ്റ ചോദിച്ചിരുന്നു. നിങ്ങളുടെ സെക്രട്ടറിയുടെ ജിപെൻ എവിടെ? ജിപെൻ ലെവൽ സെക്രട്ടറി ആണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ജിപെൻ എവിടെയെന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ജിപെൻ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പഞ്ചായത്തുകൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന സെക്രട്ടറിമാർക്കെല്ലാം ആ ജിപെൻ വെച്ചിട്ട് ട്രെയിനിങ് സൈറ്റിൽ ഡാറ്റ മൈഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അപ്ഡേറ്റ് എനിക്ക് കിട്ടും. അങ്ങനെ അവര് ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിടിഒസ് ത്രൂ നിങ്ങൾക്ക് അതിന്റെ അപ്ഡേഷൻ തരും. അപ്പൊ നിങ്ങൾ ട്രെയിനിങ് സൈറ്റിൽ കയറി നിങ്ങളുടെ സെക്രട്ടറി ജിപെൻ കൊടുത്താൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ILGMSന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ ആ സാർ? അപാകതയുള്ള ഫയല് നമ്മള് കമ്മ്യൂണിക്കേഷൻ ലെറ്റർ കൊടുത്തു, റെക്ടിഫിക്കേഷനിൽ കിടക്കുന്നവ നമ്മള് പിന്നെ എന്താ ആക്ഷൻ ടു ബി ടേക്കനിൽ എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യുമോ? അത് എന്ത് ചെയ്യാ? ഫയലുകൾ റെക്ടിഫിക്കേഷനിൽ കിടക്കുന്ന ഫയലുകൾ എന്താ ചെയ്യാ? റെക്ടിഫിക്കേഷൻ കിടക്കുന്ന ഫയലുകളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഡിസ്പോസ് ചെയ്യണ്ടല്ലോ. ഏതാ ഡിസ്പോസ് ചെയ്യുന്നു? ഒരു മിനിറ്റ്. നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മുടെ ടീമിന്റെ ഫയൽ ടീമിൽ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ മീറ്റിംഗിൽ? ആരും വിളിച്ചില്ല. ഞാനിപ്പോ കെ സ്മാർട്ടിന്റെ ഒരു ട്രെയിനിങ് കേറിയൊക്കെയാണ്, അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതാണ്, അത് കഴിയുമ്പോ ഞാൻ ഡിസ്പോസ് ചെയ്യണ്ട. റെക്ടിഫിക്കേഷനുള്ള ഫയൽ അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്. ആ ഫയലുകൾ നമ്മൾ കൊണ്ടുവരും. പക്ഷേ അത് ആക്ച്വലി നമ്മൾ റിട്ടേൺ ടു സിറ്റിസൺ അല്ലല്ലോ കൊടുക്കുന്നത്. ആ ഫയല് റെക്ടിഫിക്കേഷന് വേണ്ടി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് ആളുടെ ഇൻബോക്സിലാണോ ഫയൽ കിടക്കുന്നത് ആ ആളുടെ ഇൻബോക്സിലേക്ക് തന്നെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരും, പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും അത് സിവിൽ രജിസ്ട്രേഷന്റെ ഫയൽ ആവരുത്. സിവിൽ രജിസ്ട്രേഷന്റെ ഒരു ഫയൽ പോലും നമുക്ക് ILGMS മൈഗ്രേറ്റ് ചെയ്തത് കേസ് മാഡിൽ പ്രോസസ് ചെയ്യാൻ കഴിയില്ല. സിവിൽ രജിസ്ട്രേഷന്റെ എല്ലാ ഫയലുകളും ILGMS തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അത് കോമൺ ആയിട്ട് സിവിൽ രജിസ്ട്രേഷന് 10 ഫയൽ അങ്ങനെ കിടപ്പുണ്ട്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും സാർ? നമ്മൾ കേസുകളെല്ലാം എന്താ നമ്മൾ പറഞ്ഞത്? ഗവൺമെന്റിന്റെ ഉത്തരവ്, ഗവൺമെന്റ് സർക്കുലർ വന്നിരുന്നല്ലോ കഴിഞ്ഞ 12-ാം തീയതി. അന്ന് പറഞ്ഞിരുന്നത് ഇവർക്കൊക്കെ ലെറ്റർ എഴുതിയോ മറ്റോ 15 ദിവസത്തെ ഗ്യാപ്പ് വെച്ച് ലെറ്റർ എഴുതി അവരെ പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരുന്നു. കൃത്യമായി ആ സർക്കുലറിൽ പറഞ്ഞതാണ്. മിക്കവാറും മാരേജിനകത്താണ്. ഈ മാരേജിൽ അവര് ഫിസിക്കലി അവർ വരാത്തിന്റെ പേരിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഫയലുകളെല്ലാം കൺസേൺഡ് ആളുകൾ അറിയിച്ച് ഈ മാർച്ച് 30-നകം അതിന്റെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണം. വേറെ മാർഗ്ഗമില്ല. ആ ഫയൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യില്ലാതെ മാർഗ്ഗമില്ല. അപ്പൊ അവരുടെ ഫീസ് പോവും. അതേപോലെ ഡിലേ ടൈപ്പ് മാറാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഇൻവേർട്ട സമയത്ത് നോർമലോ അല്ലെങ്കിൽ വിത്തിൻ 30 days ആണെങ്കിൽ ഇപ്പൊ 30 days ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ 30 days ആഫ്റ്റർ 1 year ഒക്കെ ആയി മാറും. അതിന്റെ ഡിലേ ടൈപ്പ് മാറും, അതിന്റെ പ്രോസസ്സും പ്രൊസീജിയറും മാറും. ഇത് ശിവ നമ്മള് ആ സർക്കുലർ ഇറക്കിയിട്ട് ഏകദേശം 20-25 ദിവസമായി. ഈ മാസം 10-ന് ഇറക്കിയ സർക്കുലറാണ് അല്ലേ? അത് ജേഡിമാർക്ക് കൃത്യമായിട്ട് എല്ലാ പഞ്ചായത്തിലേക്കും ജേഡിമാര് അത് കൊടുത്തതായിരുന്നു. അത് പക്ഷെ പ്രോസസ് ചെയ്തില്ലെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല. സിവിൽ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ടെക്നിക്കൽ സ്റ്റാഫ് ജസ്റ്റ് ഇത്രയും നോട്ട് ചെയ്യാം. മൊഡ്യൂളിന്റെ കിടക്കുന്ന ഫയൽസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം മുതൽ കേസ് മാഡിൽ പ്രോസസ് ചെയ്യണം. നമ്മൾ ILGMS തുടങ്ങിയപ്പോൾ അത് തന്നെയാണ്. മൊഡ്യൂൾ പറയാൻ എന്താണ്? CR, പ്രോപ്പർട്ടി ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിന്റെ പകുതി ഒരു 30-ാം തീയതി ഒരാൾ നെയിമിംഗ് ലിസ്റ്റിനോട് അപേക്ഷ തന്നു. നിങ്ങൾ നെയിമിംഗ് ലിസ്റ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ കേസ് മാഡിൽ വീണ്ടും നെയിമിംഗ് ലിസ്റ്റ് അപേക്ഷ തരണം. എന്നാൽ ഒരു ഫയലുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾ അല്ലാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ആഫ് ആയിട്ടുള്ളതാണെങ്കിൽ അത് നമ്മൾ ഫയൽ ഇങ്ങോട്ട് പോർട്ട് ചെയ്യും. ഇവിടുന്ന് അതിന്റെ ബാക്കി പ്രോസസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഒരു മാരേജ്, ഒരു കോമൺ മാരേജ് അവര് വന്ന് പൈസ ഒക്കെ അടച്ച് രജിസ്റ്റർ ചെയ്തിട്ട് പോയിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോ ആഫായിട്ട് JD ലോയിൽ കിടക്കുകയാണെങ്കിൽ
കെ സ്മാർട്ടിൽ വീണ്ടും അത് എഗൈൻ എൻട്രി ചെയ്യേണ്ടി വരും. ഈ ട്രെയിനിങ് സൈറ്റില് നമുക്ക് ട്രെയിൻ സൈറ്റ് OTP ചോദിക്കുമോ? ട്രെയിൻ സൈറ്റിൽ OTP 273214. ഓക്കെ. അതുപോലെ സർവീസ് മാപ്പ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി ടാക്സിൽ വാർഡ് സ്റ്റാഫുകളുണ്ട്. വാർഡ് അത് വാർഡ് അടിസ്ഥാനത്തിൽ മാപ്പ് ചെയ്യാൻ പറ്റത്തില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് പൂർണ്ണമായി തന്നിട്ടില്ല. നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങളുടെ ജില്ലയിലെ ട്രെയിനിങ്ങിനും വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. വാർഡ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് 1 മുതൽ 10 പേരുള്ള വാർഡ് ഒരു ക്ലർക്കിനും 10 മുതൽ 15 പേരുള്ള വാർഡ് വേറെ ക്ലർക്കിനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു പരിപാടി നമുക്ക് നിങ്ങൾ ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കണം. കേസ്മാർട്ട് എന്ന് പറയുന്നത് പഞ്ചായത്തിൽ വന്നത് രണ്ടാമതാണ്, 1.5 കൊല്ലത്തിന് ശേഷമാണ്. ആദ്യം വന്നത് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പോൾ കോർപ്പറേഷൻ, ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ, കൊച്ചി, തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റവന്യൂ സെക്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഓരോ വാർഡിനും 3-4 സ്റ്റാഫാണ്. അവിടെ ന്യൂ അസസ്മെന്റിന് ഒരു 2 സ്റ്റാഫ്, അങ്ങനെ ഏതൊക്കെ രീതിയിലൊക്കെ ഡിവൈഡ് ചെയ്യാമോ അങ്ങനെയൊക്കെ സ്റ്റാഫിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഫയൽ മാനേജ്മെന്റും റൂട്ട് കീസും അതായത് ഫയൽ ഫ്ലോയും കേസ്മാർട്ടിൽ സാധ്യമാണ്. ഇപ്പോ ഈ പറഞ്ഞ കേസ് ആണെങ്കിൽ ഒരു ക്ലർക്ക്, ഈ ക്ലർക്ക് എന്ന് പറയുന്ന ആള് JC1 എന്ന് പറഞ്ഞ ക്ലർക്ക് പ്രോപ്പർട്ടി ടാക്സിന്റെ 1 മുതൽ 10 വരെയുള്ള സബിന്റെ മാത്രം ആളാന്ന് വിചാരിക്കുക, ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഓപ്പറേറ്റർ എടുക്കുന്നു, നേരെ റൂട്ട് കീ പറഞ്ഞ സാധനം താഴെയുണ്ട്, അതിൽ വാർഡ് എടുക്കുന്നു, കോംബോയില് 1, 2, 3, 4 വാർഡ് എടുക്കുന്നു, സേവ് ചെയ്യുന്നു, ആഡ് സർവീസ് കൊടുക്കുന്നു, തൊട്ട് താഴെ സേവ് ചെയ്യുന്നു. നിങ്ങൾ ദയവ് ഇത് ചെയ്യണം. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ സാധനം വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ വരുന്നില്ലെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾ പ്രൊഡക്ഷന് ചെയ്യുമ്പോൾ പ്രശ്നം ഒഴിവാവുള്ളൂ. ഇനി അടുത്ത ആള് വേറെ ഇയാളാണ്, രണ്ടാമത്തെ ആളാണ് അവിടുത്തെ പ്രോപ്പർട്ടി ടാക്സിന്റെ അടുത്ത വാർഡിന്റെ ആൾക്കാരെങ്കിൽ നേരെ അതേ ആളെ ഓപ്പറേറ്റർ എടുത്തിട്ട് വാർഡ് എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, അയാൾ എടുക്കുന്ന സമയത്ത് 5, 6, 7, 8 കൊടുക്കുക. അപ്പൊ 1 മുതൽ 4 വരെ വാർഡ് വന്നാൽ മറ്റേ ക്ലർക്കിനും, 6 മുതൽ 8 വരെ വാർഡ് വന്നാൽ ഈ ക്ലർക്കിനും ഫയൽ പോകും. കംപ്ലീറ്റ് ആക്കി എന്നറിയാനുള്ള ഓപ്ഷൻ എങ്ങനെ മാപ്പിംഗ് എത്ര പൂർത്തീകരിച്ചു, മാപ്പിംഗ് ഏതൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് സർവീസ് മാപ്പിംഗ് പ്രിവ്യൂ എന്ന് വെച്ചിരിക്കുന്നത്. സർവീസ് മാപ്പിംഗ് പ്രിവ്യൂ. അപ്പൊ അവിടെ നോൺ മാപ്ഡ് സർവീസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സർവീസ് ചെയ്യാത്ത മൊത്തം 700 എണ്ണത്തിൽ ഇതുവരെയായിട്ട് മാപ്പ് ചെയ്യാത്ത സർവീസ് അവിടെ കിട്ടും. ഇപ്പൊ നോക്കി 33 എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നും സീരിയൽ നമ്പർ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എല്ലാവരും 1 സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇത്രയും സർവീസ് ഇത് എക്സലിലേക്ക് എടുക്കാൻ പറ്റും, എക്സൽ എടുത്ത് നോക്കാൻ പറ്റും. ഇത്രയും സർവീസിൽ ഒന്നുപോലും മാപ്പ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ ഫസ്റ്റ് വന്ന പോയിന്റ്? സർവീസ് മാപ്പിംഗ് പ്രിവ്യൂ. ഇനി വ്യൂ സർവീസ് എടുത്തു കഴിഞ്ഞാൽ ജനറൽ ഇത് വേണ്ട, ഫംഗ്ഷൻ ഗ്രൂപ്പ് വേണ്ട, മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സ് എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സിൽ ഒന്നും ഇതുവരെ മാപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ സർവീസ് മാപ്പ് ചെയ്തിട്ടുണ്ട്, ആരെയൊക്കെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, അത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് മാപ്പ് ചെയ്തത് ആദ്യത്തെ ഇതിൽ കിട്ടും, മാപ്പ് ചെയ്യാത്ത രണ്ടാമത്തേലും കിട്ടും. ഇതിനകത്ത് ജനറൽ പ്രോപ്പർട്ടി ടാക്സിൽ അസസ്മെന്റ് സർവീസിൽ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി ടാക്സ് അപ്പീൽ അത് ക്ലർക്ക് JC1 ഞാൻ നേരത്തെ കൊടുത്തില്ല, അപ്പൊ JC1 കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇത് JC1 അപ്പൊ ഇതിനകത്ത് ഓപ്പറേറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ എക്സൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓപ്പറേറ്റർ ആണ് വെരിഫൈ അപ്രൂവ്, അപ്പൊ ഏതെങ്കിലും പെൻഡിംഗ് ഉണ്ടോ മിസ്സിംഗ് ഉണ്ടോ എന്ന് ആ രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. ജിസ്പാർക്കിൽ ഡെസിഗ്നേഷൻ നമ്മള് ഇത് വാലിഡേഷൻ ഉണ്ട്. ജിസ്പാർക്ക് ഡെസിഗ്നേഷൻ ആക്ച്വൽ ഡെസിഗ്നേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ സിസ്റ്റം പറയും ജിസ്പാർക്കിനാണ് ഡാറ്റ എടുക്കുന്നത്, ജിസ്പാർക്കും ആക്ച്വൽ ഡെസിഗ്നേഷൻ. അതായത് നിങ്ങൾ ആദ്യം ഫോർ എക്സാമ്പിൾ അസിസ്റ്റന്റ് സെക്രട്ടറി 1 എന്ന് പറഞ്ഞ ഒരു സാധനം കൊടുക്കുന്നു. അപ്പൊ കമ്പ്യൂട്ടർ ആദ്യം മനസ്സിലാവണം കേസ്മാർട്ടിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു സാങ്ഷൻ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സാങ്ഷൻ പോസ്റ്റിന് സീറ്റ് കൊടുക്കുന്നു AS. അതിനുശേഷം ആ ASലേക്ക് ജിസ്പാർക്ക് ഒരു സ്റ്റാഫിനെ വലിച്ചിടുന്നു, മാപ്പ് ചെയ്യുന്നു. അപ്പൊ ആ വരുന്ന സ്റ്റാഫിന്റെ ഡെസിഗ്നേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറിയോ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് തുല്യമായ ഡെസിഗ്നേഷനോ അല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം നിങ്ങളോട് പറയും നിങ്ങളുടെ ഡെസിഗ്നേഷൻ മിസ്മാച്ച് ഉണ്ട്, ശ്രദ്ധിക്കുക എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാനും ബാക്കി പ്രോസസ് ചെയ്യാനും തടസ്സമൊന്നും വരില്ല. അതിനുശേഷം നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി 1 വേക്കൻറ്റ് കാണിക്കുകയും ചെയ്യും. കാരണം അസിസ്റ്റന്റ് സെക്രട്ടറി ഡെസിഗ്നേഷൻ ലോക്കൽ ബോഡിയിൽ ഇല്ല. സാറേ ഇപ്പൊ ജിസ്പാർക്ക് നമ്മള് GPN ക്രിയേഷനും സാലറിന്റെ ഡീറ്റെയിൽസും മാത്രം ചെയ്താൽ മതിയോ, അല്ല എംപ്ലോയീസിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഇപ്പൊ ചെയ്യണോ? ഈ മൊത്തം ഡീറ്റെയിൽസ് ശരിയാക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതുവഴിയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറും പോസ്റ്റിംഗും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് എംപ്ലോയീസിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇപ്പൊ ഒരാൾ മലപ്പുറം കിടക്കുന്നെങ്കിൽ അയാളെ പിടിച്ചിട്ട് നിങ്ങളുടെ പഞ്ചായത്ത് കങ്കാഴയാണെങ്കിൽ കങ്കാഴയ്ക്ക് മാറ്റുക എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയ്യേണ്ട പ്രയോറിറ്റി ചെയ്യേണ്ട ഒരു കാര്യമാണ്.
സ്മാർട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ജി സ്പാർക്കിൽ ലോഗിൻ ഉണ്ടായാൽ മതി, നമ്മൾ അവിടെ സിങ്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീടുള്ള എല്ലാ പ്രോസസ്സും നടക്കുന്ന ലോക്കൽ ബോഡി ആ വ്യക്തി അതിന്റെ കാര്യങ്ങളെല്ലാം ജി സ്പാർക്ക് ലിങ്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ജി സ്പാർക്ക് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി, നിങ്ങൾ എന്താണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? നിങ്ങളുടെ ലോക്കൽ ബോഡിയിലെ 10 പേർക്കും ജി സ്പാർക്ക് ഉണ്ടെന്നും അതിന്റെ ഡാറ്റ കറക്റ്റ് ആണെന്നും അവരുടെ ഡെസ്റ്റിനേഷനും ലൊക്കേഷനും കറക്റ്റ് ആണെന്നും ഉറപ്പാക്കുകയും, അല്ലെങ്കിൽ അത് ഉറപ്പാക്കാനുള്ള നടപടികൾ ചെയ്യാണ് വേണ്ടത്. അത്രയും ചെയ്താൽ നിങ്ങൾക്ക് സ്മാർട്ടിന്റെ ഫസ്റ്റ് ലെവൽ നിങ്ങളുടെ 50% തലവേദന കഴിഞ്ഞു. സർ, പെൻ മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാലേ സർവീസ് മാപ്പിംഗ് ചെയ്യാൻ കഴിയുള്ളൂ? പെൻ മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് മാപ്പിംഗ് ചെയ്യാൻ കഴിയണമെന്നില്ല. പോസ്റ്റ് ഐഡിക്ക് അഗേൻസ്റ്റ് ആണ് സർവീസ് മാപ്പിംഗ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ പെൻ മാപ്പിംഗ് ചെയ്ത് എംപ്ലോയീസിനെ കറക്റ്റ് ആക്കിയിട്ട് സർവീസ് മാപ്പ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് പെൻ മാപ്പ് ഇല്ല, മീൻസ് ഇപ്പോൾ പെന്ന് കിട്ടിയില്ല, ജീസ് പെൻ ഇല്ലെങ്കിൽ നിങ്ങൾ സർവീസ് മാപ്പിംഗ് വെയിറ്റ് ചെയ്യേണ്ട. ആ സീറ്റ് ക്രിയേറ്റ് ചെയ്യുക, ആ സീറ്റിലേക്ക് നിങ്ങൾക്ക് സർവീസ് മാപ്പ് ചെയ്യാം. അത് നല്ലൊരു പോയിന്റ് ആണ്. അഥവാ ഒരു എംപ്ലോയിക്ക് ജി പെൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സർവീസ് മാപ്പിംഗ് വെയിറ്റ് ചെയ്യേണ്ട, ആ എംപ്ലോയിയുടെ സീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജെ എസ് പറഞ്ഞ സീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, JS പറഞ്ഞ സർവീസ് സാങ്ഷൻഡ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, സാങ്ഷൻ പോസ്റ്റ് വന്നു, സീറ്റ് വന്നു. ആ JS എന്ന് പറഞ്ഞ സീറ്റ് ഇവിടെ നോക്കി നോക്കുമ്പോൾ ഞാൻ പെൻ മാപ്പ് ചെയ്തിട്ടില്ല. HRMS എടുക്കുന്നു, സർവീസ് മാപ്പിംഗ് എടുക്കുന്നു, സർവീസ് മാപ്പിംഗ് എടുക്കുന്നു, ഡെസ്റ്റിനേഷൻ എടുത്തിട്ട് ഇപ്പൊ ഞാന് ജനറൽ എടുക്കുന്നു, ക്ലർക്ക് എടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു. കണ്ടോ ഇവിടെ എനിക്ക് ഈ പോസ്റ്റ് ഐഡിക്ക് ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സീറ്റ് മറ്റേ പെൻ മാപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അവിടെ സർവീസ് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ സർവീസ് മാപ്പിൽ നിങ്ങൾക്ക് ആളെ തൽക്കാലം വന്നില്ല എന്ന് വിചാരിച്ച് സർവീസ് മാപ്പ് ഡിലേ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആളെ കൂടി ഉണ്ടെങ്കിലാണ് കൃത്യമായിട്ട് ഇന്ന ആൾക്ക് തന്നെ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഒന്ന് ഉറപ്പാക്കി ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ജി സ്പാർക്ക് കൊണ്ടുവന്ന് പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ലോഗിൻ ചെയ്യണമെങ്കിൽ വ്യക്തി വേണം, വ്യക്തിക്ക് യൂസർ ഐഡിയും പാസ്വേഡും വേണം. അവസാനിപ്പിച്ചോട്ടെ സാറേ, സ്പാർക്കിലുള്ളതേ ജി സ്പാർക്കിലേക്ക് ഡെപ്യൂട്ടേഷൻ വഴി ജോയിൻ ആവാത്തതിന് എന്തോ വേണം? എന്ത് ഡെസ്റ്റിനേഷൻ ആയിരുന്നു? അതായത് സ്പാർക്കില് അവര് സീനിയർ ക്ലർക്ക് ആയിരുന്നു. നമ്മുടെ ജി സ്പാർക്കിലേക്ക് ജോയിൻ ത്രൂ ഡെപ്യൂട്ടേഷൻ വഴി ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസിഗ്നേഷൻ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ അത് ആക്റ്റീവ് ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജി സ്പാർക്കിലേക്ക് ഈ വ്യക്തിയെ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതെന്താ ഇഷ്യൂ എന്ന് ഇവിടെ അത് ചോദിക്കണമെന്ന് നമുക്ക് ജി സ്പാർക്കിനെ അറിയുന്ന ആരുടെ ചോദിച്ചോക്കാം. എനിക്ക് ജി സ്പാർക്കിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എനിക്ക് ആകെ അറിയുന്ന കാര്യം ജി സ്പാർക്കിൽ പക്കയാണെങ്കിൽ മാത്രമേ ഇവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ. ലോഗിൻ ചെയ്യാൻ പറ്റുമെന്നേ അറിയുള്ളൂ. ശരി സാറേ. സാർ, ഒരു ഡൗട്ട്. അതുപോലെ സഞ്ജയിലെ ഡിസ്ക്രിപ്പൻസിയിൽ വന്ന എല്ലാ ബിൽഡിങ്ങുകളും കൃത്യമായിട്ട് കറക്റ്റ് ചെയ്താൽ തന്നെയാണോ ഇപ്പൊ നമുക്ക് കെ സ്മാർട്ടില് കിട്ടുള്ളൂ? അങ്ങനെയൊന്നുമില്ല. സഞ്ജയിൽ എക്സംഷൻ ഒക്കെ സഞ്ജയിൽ നിങ്ങൾ ഡിജിറ്റലി സൈൻ ചെയ്ത എല്ലാ ബിൽഡിങ്ങുകളും കെ സ്മാർട്ടിലേക്ക് മാറ്റും. ഡിജിറ്റലി സൈൻ ചെയ്യാത്ത ബിൽഡിങ്ങുകളെല്ലാം സഞ്ജയെ തന്നെ ഹോൾഡ് ചെയ്യും. നിങ്ങൾ സഞ്ജയിൽ പിന്നീട് അതിനെ ഡിജിറ്റലി സൈൻ ചെയ്യാത്തതും അപ്രൂവ് ചെയ്യാത്തതുമായ ബിൽഡിംഗ് എല്ലാം സഞ്ജയിൽ ഹോൾഡ് ചെയ്യും. അപ്രൂവ് ചെയ്ത് ഡിജിറ്റൽ സൈൻ ചെയ്ത ബിൽഡിംഗ് എല്ലാം കെ സ്മാർട്ടിലേക്ക് മാറ്റും. പിന്നീട് നിങ്ങൾ ആ ബിൽഡിങ്ങിനെ സഞ്ജയിൽ എപ്പോൾ നിങ്ങൾ ചേഞ്ച് വരുത്തുന്നോ എഡിറ്റ് വരുത്തുന്നോ സഞ്ജയ് തന്നെ നിങ്ങൾക്ക് അതിനെ കെ സ്മാർട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. സാർ കേൾക്കണ്ടോ? LDMS നമ്മള് ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ്, ഓപ്പറേറ്റർ നെയിം, അപ്രൂവർ നെയിമും 28 ഒറ്റ മിനിറ്റ്. ഹരിസ്ക പോയോ? LDMSും ഹോസ്പിറ്റലൊക്കെ അദ്ദേഹത്തിന്റെ സെക്ഷനാണ്. ഹരിസ്ക കേൾക്കുന്നുണ്ടോ? ലെഫ്റ്റ് ആയി തോന്നുന്നു. പറ. LDMSലെ ഹോസ്പിറ്റല് എനിക്ക് അത് പുള്ളിയാണ് നോക്കുന്നത്. സാർ, 28-ാം തീയതി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു ലിസ്റ്റില് നമ്മുടെ പഞ്ചായത്തിന്റെ പേര് ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഓപ്പറേറ്ററിന്റെ നെയിമൊക്കെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ LDMS എടുത്ത് നോക്കുമ്പോൾ അതില് അപ്ഡേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 28-ാം തീയതി അപ്ഡേറ്റ് ചെയ്തത് ഇങ്ങോട്ട് സിങ്ക് ചെയ്തോന്നാണ് അറിയേണ്ടത് അല്ലേ? അതെ അതെ. പുതിയ ലിസ്റ്റ് ആണോ അത് 28-ാം തീയതി മുമ്പുള്ള ലിസ്റ്റ് ആണോ ഇപ്പൊ ഇട്ടിട്ടുള്ളത് എന്ന് അറിയാനായിരുന്നു. ശിവ, അത് 28-ാം തീയതി 3 മണി വരെയുള്ള അപ്ഡേഷൻ ആണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. 3 മണിക്ക് ശേഷമുള്ളത് വന്നിട്ടില്ല. ഓക്കെ സാർ. അപ്പൊ 28-ാം തീയതി 5 മണി സമയത്താണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ മാഡം, താങ്ക് യു. അപ്പൊ അപ്ഡേഷൻ വരുന്നുണ്ടാവില്ലേ? ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും ശിവ. അത് ആരിസക്കയോട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇവരുടെ ഈ ഡൗട്ട് സോൾവ് ആവും. എല്ലായിടത്തുനിന്നും അതൊന്ന് ചോദിക്കുന്നുണ്ട്. സാറ്
കണ്ണൂർ ജില്ല എരമംകുറ്റൂർ പഞ്ചായത്തിൽ നിന്നാണ്. പറ. ജി സ്പാർക്ക് സംബന്ധിച്ചാണ്. ഞാനിവിടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. പറയൂ സാർ. എനിക്കിവിടെ സെക്രട്ടറിയുടെ ചാർജും കൂടി ഉണ്ട്. ഉം. അപ്പൊ ഞാൻ കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി പഞ്ചായത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നത്. ഉം. എന്റെ ജി സ്പാർക്കിന്റെ സ്റ്റാറ്റസ് ഇപ്പോഴും ദേലമ്പാടി പഞ്ചായത്തിൽ ട്രാൻസിറ്റിലാണ് ഉള്ളത്. അവിടുത്തെ അഡ്മിൻ അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അവിടുത്തെ അഡ്മിനും ലോഗിൻ ഇല്ല. അവിടുത്തെ സെക്രട്ടറി പിന്നെ എൻമകജ എന്ന് വന്നു, അയാളും ട്രാൻസിറ്റിലാണ് കാണിക്കുന്നത്, അയാൾക്ക് ലോഗിൻ ഇല്ല. ഒരു മിനിറ്റ്. ആ സാർ, അവിടുത്തെ അഡ്മിൻ ആരായിരുന്നു? അവിടുത്തെ അഡ്മിൻ അവിടുത്തെ സെക്രട്ടറി ആ പഞ്ചായത്തിന്റെ പേരെന്തായിരുന്നു? ദേലമ്പാടി, കാസർഗോഡ്. വേലമ്പാടി. ദേലമ്പാടി. സ്പെല്ലിംഗ് എന്താണ് സാർ അതിന്റെ? DELAMPADY. PLAMDADY. സാർ ഇപ്പോൾ ഏത് പഞ്ചായത്താ? ഇപ്പൊ കണ്ണൂർ ജില്ല എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത്. എരമംകുറ്റൂർ. ER അല്ലേ? ERAMAM. എരമംകുറ്റൂരിൽ ഇപ്പോ ഒരു ജോസ് തോമസ് അസിസ്റ്റന്റ് സെക്രട്ടറി, അതാണ് ഞാനാണ്. സാറാണോ? അതെ അതെ. ഓക്കെ. അപ്പൊ സാറിനാണ് ഇപ്പോ മറ്റേ കേസ് സ്മാർട്ടിൽ അഡ്മിൻ തരാൻ പോകുന്നത്. പക്ഷെ സാറിന് കടക്കുന്നത് ഇപ്പോ കാസർഗോഡാണ്. കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിലാണ് ഉള്ളത്. അവിടെ ട്രാൻസിറ്റിലാണ് ഉള്ളത്. അപ്പൊ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതെ അതെ. കിട്ടിയില്ലല്ലോ. ദേലമ്പാടി പഞ്ചായത്തിൽ ഒരു ഹംസ എം ഉണ്ടല്ലോ സെക്രട്ടറി, അദ്ദേഹത്തിന് അഡ്മിൻ പ്രിവിലേജ് ഇല്ല? ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അയാള് എൻമകജ പഞ്ചായത്തിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതാ. അവിടെ അദ്ദേഹം ഒരു സെക്രട്ടറി ഉണ്ട്, ജി പറഞ്ഞിട്ടുള്ള മറ്റേ ജി പെന്നും ഉണ്ട്. ജി പെന്നും ഉണ്ട്, പക്ഷെ അത് ട്രാൻസിറ്റിലാ ഉള്ളത് പോലും. ദേലമ്പാടിയിൽ ജോയിൻ ആയിട്ടില്ല. നമുക്ക് കേസ് ഫണ്ട് ലോഗിൻ ചെയ്യുന്നതിന് വേറെ പ്രശ്നമില്ല. അപ്പൊ ലോഗിൻ ചെയ്യും, ബാക്കി മാപ്പിംഗ് ഒക്കെ നടത്താം. അല്ല, അപ്പൊ ജി സ്പാർക്കിൽ ബാക്കി പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ അല്ല ജി സ്പാർക്കിൽ ബാക്കി പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ സാലറി ബില്ലിംഗ് ജി സ്പാർക്കിൽ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ശരിയാക്കണം. അതെ അതെ. അപ്പൊ ശരിയാക്കണം. സാറിന്റെ കാര്യം ശരിയാണെങ്കിൽ സാറിന് ദേലമ്പാടി പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് അപ്രൂവൽ പ്രിവിലേജ് കിട്ടണം. അത് അല്ല, അദ്ദേഹത്തിന് അത് പ്രിവിലേജ് കിട്ടുന്നതിന് തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടായിരുന്നു. കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ചോദിക്കൂ. എന്താണ് ആൾക്കാർക്ക് അഡ്മിൻ പ്രിവിലേജിന് എന്താണ് പ്രശ്നം? പുള്ളി വേറെ ലോക്കൽ ബില്ലാണെങ്കിൽ അവിടുന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതെ, അയാൾ അവിടെ ട്രാൻസിറ്റ് പീരീഡിലാണ് ഉള്ളത്. കാരണം അവിടെ ആ ജീവനക്കാർ കൂട്ടത്തോടെ അവിടുന്ന് മാറിപ്പോയി. അതാണ് അവിടുത്തെ പ്രശ്നം. അവിടെ ഒരു ഉണ്ടായിരുന്ന ജീവനക്കാരനില്ല. ജി സ്പാർക്കിൽ ഇപ്പൊ ഒരു ലോഗിൻ കിട്ടണമെങ്കിലേ അവിടെ ഒരു അഡ്മിൻ വേണമല്ലോ, അയാളെ ജോയിൻ ചെയ്യിക്കണമെങ്കിൽ. ഒരു അഡ്മിൻ വേണം. ആ അഡ്മിൻ ഇല്ല, അതാണ് അവിടുത്തെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ സാർ, അപ്പൊ അങ്ങനത്തെ കേസ് ഞാനൊന്ന് അവരോട് സംസാരിച്ചോട്ടെ, എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങളൊരു 8 ജീവനക്കാർ അഡ്മിനെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു മറ്റേ ജി സ്പാർക്കിന്റെ മെയിൽ ഐ ഡി ഇല്ലേ, ഒഫീഷ്യൽ മെയിൽ ഐ ഡിക്ക് ഈ ആ പെൻ നമ്പർ വെച്ചിട്ട് നമ്പർ വെച്ചിട്ട് മെയിൽ ചെയ്താൽ മതി എന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെയാണ് അഡ്മിൻ ആക്കേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ജി സ്പാർക്കിലേക്ക് ജി സ്പാർക്കിന്റെ ഒരു മെയിൽ ഐ ഡി ഇല്ല, info.gspark@kerala
അതിനകത്തേക്ക് മെയിൽ ചെയ്താൽ മതി എന്ന് പറയാനുണ്ടായിരുന്നു. ഞാൻ ദേലമ്പാടിൽ അന്വേഷിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. അവിടെ ആകെ ബാക്കി ഉണ്ടായിരുന്നത് ഇപ്പൊ നിലവിൽ ജി സ്പാർക്കിൽ അവിടെ ഉള്ളത് ഒരു പാർട്ട് ടൈം ലൈബ്രറി മാത്രമാണ്. അയാളെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുവരെ കിട്ടിയിട്ടില്ല പോലും. അത് നമുക്ക് സ്പീഡാക്കാം സാർ. ഇതിന്റെ ആവശ്യമായിട്ട് ഇപ്പൊ ജി സ്പാർക്ക് പഞ്ചായത്ത് നിന്ന് എല്ലാ റിക്വസ്റ്റും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അവർ ഇന്ന് നാളെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ജി സ്പാർക്ക് ടീം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ ശരി എന്നാ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും കലവറയില്ലാത്ത സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ്. ആദ്യത്തെ ഒരു മാസം നമ്മൾ കുറച്ച് ട്രാക്ക്